നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇടതു വലത് മുന്നണികൾക്കൊപ്പം BJPയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കും അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലേക്കും ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ചേർന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ ഒരു നിർണായക തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതായത് 30 സീറ്റുകളിലേക്ക് മത്സരിക്കാൻ വേണ്ട തീരുമാനമായിട്ടുണ്ട്. അതായത് സ്ഥാനാർത്ഥി സാധ്യത പട്ടിക. അതായത് BJPയുടെ നിലവിലെ സംസ്ഥാനത്തുള്ള പ്രധാന നേതാക്കന്മാരെല്ലാവരും K. സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം മത്സരരംഗത്തുണ്ട്. അത് നിർണായക മണ്ഡലങ്ങളിലാണ് അവർ. കാരണം BJPക്ക് നിർണായക സാധ്യതയുള്ള വോട്ട് ബാങ്ക് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് വോട്ടുള്ള മണ്ഡലങ്ങളിലാണ് അവർ ശക്തമായ മത്സരത്തിന് ഇറങ്ങുന്നത്. ഈ നിലവിലത്തെ റിപ്പോർട്ട് ഉടൻ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറും. അതിനുശേഷം ആയിരിക്കും പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും. അപ്പം ഞാൻ നിലവിൽ നമുക്ക് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഏതൊക്കെ നേതാക്കന്മാരുടെയാണ് മണ്ഡലങ്ങളൊന്ന് വായിക്കും. നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V. മുരളീധരൻ, മഞ്ചേശ്വരം മണ്ഡലത്ത് K. സുരേന്ദ്രൻ, പാലക്കാട് അല്ലെങ്കിൽ കായംകുളത്ത് ശോഭ സുരേന്ദ്രൻ, വട്ടിയൂർക്കാവിൽ R. ശ്രീലേഖ, പിന്നെ കൃഷ്ണകുമാറിന്റെ പേര് ഉയർന്നു നിൽക്കുന്നുണ്ട്. മലമ്പുഴയിൽ ശ്രീകൃഷ്ണകുമാർ, പാലായിൽ ഷോൺ ജോർജ്, തിരുവല്ലയിൽ അനൂപ് ആന്റണി. ഇതിൻ്റെ അകത്ത് അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഒരു പുതിയ മുഖങ്ങൾ അത് ഏറെക്കുറെ നമുക്ക് പറയാൻ പറ്റും. ബാക്കിയെല്ലാം നിലവിൽ R. ശ്രീലേഖയും കടത്തിപ്പെടുത്താം. ബാക്കി നേതാക്കന്മാരെല്ലാം വർഷങ്ങളായി BJPയുടെ ഭാഗമായിട്ട് നിന്ന് സംസ്ഥാനത്തും ദേശീയ രാഷ്ട്രീയത്തിലും സജീവമായി പ്രവർത്തിക്കുന്നതാണ്. ഇപ്പൊ ഈ സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് ഇപ്പൊ 30 പേരല്ലെങ്കിൽ 35 പറയുന്നുണ്ട്. ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ വായിച്ച പ്രധാന നേതാക്കന്മാരുടെ പേര് വിവരങ്ങളാണ്. ഇത് എത്രത്തോളം സാധ്യതകൾ കാണുന്നുണ്ട് ഈ പ്രധാന മണ്ഡലങ്ങളിലടക്കം BJPക്ക്? ഇത് BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങൾ. ഇപ്പൊ നമുക്കറിയാം വിജയ സാധ്യത മുൻനിർത്തിയ BJP A ക്ലാസ് മണ്ഡലങ്ങളും B ക്ലാസ് മണ്ഡലങ്ങളും തരംതിരിച്ചിട്ടുണ്ട്. അതിൽ A ക്ലാസ് മണ്ഡലങ്ങളാണ് ഈ പറഞ്ഞ നേമവും വട്ടിയൂർക്കാവും മഞ്ചേശ്വരവും പാലക്കാടും മലമ്പുഴയൊക്കെ ഉൾപ്പെടുന്നത്. ഈ മണ്ഡലങ്ങളുടെ പ്രത്യേകത ഒന്ന്, 2ാം സ്ഥാനത്ത് നിലവിൽ പല ഈ ഭൂരിഭാഗം ഇപ്പം JP വായിച്ച മണ്ഡലങ്ങളിൽ ഭൂരിഭാഗത്തിലും 2ാം സ്ഥാനത്ത് BJPയാണ് നിലവിലുള്ളത്. മലമ്പുഴ ഈ നേമം പോലെ മണ്ഡലങ്ങളൊക്കെ കഴക്കൂട്ടത്തൊക്കെ നേരത്തെയും 2 തവണയൊക്കെ ആയിട്ട് പിന്നെ BJP സ്ഥാനത്തെത്തുന്ന മണ്ഡലങ്ങളാണ്. അതായത് സാധ്യത ജയത്തോളം പോകുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പം പ്രധാന നേതാക്കളെ ഇറക്കി കളം പിടിക്കുക. കഴിഞ്ഞ 2016 അക്കൗണ്ട് നിയമത്തിൽ തുറന്നു, 2017 അത് പൂട്ടിപ്പോയി. ഇപ്രാവശ്യം പക്ഷേ അക്കൗണ്ട് തുറക്കലല്ല, ഒരു നിർണായക ശക്തിയായി മാറാനുള്ള ശ്രമത്തിലാണ് BJP. രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ വളരെ ഇതൊരു കൃത്യമായൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയുള്ള ഒരു പിന്നെ ഒരു പ്രവർത്തനമാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പം അതിൽ സാധ്യത കൂടിയ മണ്ഡലങ്ങൾ വെച്ചിട്ട് തന്നെ അതും ഏറ്റവും നിർണായകമായിട്ട് ആർക്കാണോ സാധ്യത കൂടുതലുള്ളത് അത് നോക്കിയിട്ടാണ് ഇവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേമത്ത് BJPക്ക് സാധ്യത വളരെ കൂടുതലുണ്ടെന്ന് പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ V. ശിവൻകുട്ടി ജയിക്കുന്നത് 55,837 വോട്ടുകൾക്കാണ്. അന്ന് കുമ്മനം രാജശേഖരനായിരുന്നു എതിരാളി. കുമ്മനം 51,888 വോട്ടുകൾ നേടുന്നുണ്ട്. ശക്തമായ മത്സരം നടന്നത്. അതേ ഒരു സാഹചര്യം നിലവിൽ ഇപ്പം തുടരുന്ന ഘട്ടത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ. നമുക്ക് അതിൽ UDF സ്ഥാനാർത്ഥിയും നല്ല പ്രധാനമായിരുന്നു. കാരണം മുരളീധരൻ മത്സരിക്കാൻ എത്തിയപ്പം അതിന് മുന്നേ, അതായത് പിന്നെ നേമത്ത് ഒരാഴ്ചകോൾ ജയിച്ച തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDFന്റെ വോട്ടുകൾ പാടെ BJPയിലേക്ക് മറിഞ്ഞു. നമുക്ക് കണക്ക് കൃത്യമായി പറയാൻ വേണ്ടി പറ്റും. കാരണം അടുത്ത കോൺഗ്രസിന്റെ UDFന്റെ വോട്ട് ഷെയർ വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു പിടിക്കാൻ മുരളീധരൻ വന്നപ്പോൾ സാധിച്ചു. അങ്ങനെ ആ വോട്ട് അങ്ങോട്ട് പോയപ്പോൾ BJPയുടെ വോട്ടുകൾ സ്പ്ലിറ്റായി പോയി. CPMന്റെ സ്വന്തം വോട്ടുകൾ കേരള വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു. അങ്ങനെയായിരുന്നു പിന്നെ ശിവൻകുട്ടി ജയിച്ചിരുന്നത്. ആ മണ്ഡലത്തിലേക്ക് അതിൽ വേറൊരു ഘടകം എന്ന് പറഞ്ഞാൽ നമുക്ക് BJPയിലും ഈ പറയുമ്പം ഗ്രൂപ്പിസ്റ്റ് പ്രശ്നം അല്ലെങ്കിൽ പിന്നെ പാറവെപ്പ്, കുതികൽവെട്ട്, ഇതൊക്കെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. പല മണ്ഡലങ്ങളിലും പറ്റുന്നത് പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളും BJPക്ക് പറ്റിയത് തന്നെയാണ്. ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ RSS ആണ് പിന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കൃത്യമായ പിന്നെ നേതൃത്വ രീതിയിൽ അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൽ കുറച്ചും കൂടി ഒരു സംഘടിത ഏകോപനം, ഒരു കേഡർ സ്വഭാവം അല്ലെങ്കിൽ ഒരു ഏകോപന സ്വഭാവം ഉണ്ടാവും. കൃത്യമായ രീതിയിൽ നടന്നാൽ ഒരു കാരണമുണ്ടാവും. പിന്നെ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പറയുമ്പോൾ മുരളീധരൻ വരുമ്പോഴും അല്ലെങ്കിൽ സുരേന്ദ്രൻ വരുമ്പോഴൊക്കെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നം ഇവിടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളെ ബാധിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖർ എത്തിയപ്പോൾ തന്നെ ഒരു പുറമേ നിന്നുള്ള ഒരാൾ തന്നെ പ്രസിഡന്റായി വന്നപ്പം ആ ഒരു പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലായാലും PR ആയാലും മറ്റുള്ള വർക്കുകളൊക്കെ ഒരു പടി മുന്നോട്ട് പോയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ടീം തന്നെ ഇറങ്ങിയിട്ടുണ്ട് തന്നെ പറയാൻ വേണ്ടി പറ്റും. അതിൻ്റെ കീഴിലാണ് ഇപ്പം വിഭാഗീയതൊക്കെ മറ്റുള്ള വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് തിരുവനന്തപുരത്ത് പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പിടിച്ചതിന് മുഖ്യ പ്രശ്നം അവർ സാധ്യതകളില്ല മണ്ഡലമായിരുന്നു. മറിച്ചൊരു ഇതായിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു കൃത്യമായൊരു ഒറ്റക്കെട്ടായ പ്രവർത്തനം ഇല്ലെങ്കിൽ അത് കിട്ടാൻ പോകുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം കൃത്യമായ വലിയൊരു ഭൂരിപക്ഷം തന്നെ അവർ മണ്ഡലം, വലിയൊരു ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ കേവല പുരുഷത്തിനേ ഉള്ളൂ. പക്ഷേ എങ്കിൽ കൂടി മറ്റ് കക്ഷികൾ വെച്ച് നോക്കുമ്പോൾ വലിയ സീറ്റുകൾ ലഭിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഭരണം പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനം, ആ ഒരു രീതിയിൽ ആ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം നടന്നാൽ ഈ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ അധ്യക്ഷൻ കരമന ജയൻ അദ്ദേഹം മത്സരിക്കുന്നതാണ് ഈ ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നേമത്ത്
വട്ടിയൂർക്കാവ്, കഴക്കൂട്ടത്ത് ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് പ്രത്യേക റോൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കറിയാം മോദി എത്തിയിട്ടാണ് ഇപ്പോൾ പ്രചരണം ആരംഭിച്ചത്. ഇനി പ്രധാന നേതാക്കളൊക്കെ എല്ലാം വരാൻ പോവുകയാണ്. ഈ കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഈ കഴക്കൂട്ടത്തിന് വി മുരളീധരൻ അപ്പം കഴക്കൂട്ടത്തിന്റെ സാധ്യത എത്രത്തോളം ഉണ്ടാവും നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫലമൊക്കെ? കഴക്കൂട്ടത്ത് ഈ പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ്. കഴക്കൂട്ടത്ത് കഴിഞ്ഞ വർഷം തന്നെ BJP സാധ്യത നന്നായിട്ടുള്ള മണ്ഡലം. അവിടെ കടകംപള്ളി സുരേന്ദ്രൻ എന്നൊരു നേതാവ് CPM സ്ഥാനാർത്ഥി ഇല്ലായിരുന്നെങ്കിൽ മണ്ഡലത്തിന്റെ ഫലം മാറിപ്പോയനെ. എനിക്കൊന്ന് ഇപ്രാവശ്യം സീറ്റ് പിന്നെ നിർത്താൻ വേണ്ടി കടകംപള്ളി തന്നെ നിയോഗിച്ചേക്കാം. മറിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സാധ്യതകൾ ഇപ്പോൾ നമുക്ക് സംശയം പല പേരുകളും പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ടല്ലോ. അത് എന്താണെന്ന് കൂടെ അറിയേണ്ടി വരും. അവിടെ ഈ മത്സരം എന്തായാലും BJP CPM തമ്മിലായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട്. കഴിഞ്ഞ തവണ കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കുന്ന 63,690 വോട്ടുകൾക്കാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ 40,193 വോട്ടുകൾ. ശോഭാ സുരേന്ദ്രൻ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ്. ശോഭാ സുരേന്ദ്രൻ ഏത് മണ്ഡലത്തിലായാലും ഏത് എവിടെയാണെങ്കിലും വോട്ട് ഷെയർ പിന്നെ നേരെ ഇരട്ടിയാക്കിയൊക്കെയുള്ള ചരിത്രമുള്ളത്. അതിപ്പം ഏത് തെരഞ്ഞെടുപ്പായാലും അങ്ങനെയാണ്. ഈ പ്രാവശ്യം കേൾക്കുന്ന കായംകുളത്തും പാലക്കാടുമാണ്. പാലക്കാട് മണ്ഡലത്തിലാണെങ്കിൽ ഇതിനു മുന്നേ പിന്നെ പാലക്കാട് പല സീറ്റുകളിലും, പാലക്കാട് മാത്രമല്ല സംസ്ഥാനത്തെ പല സീറ്റുകളിലും മത്സരിച്ചപ്പോഴൊക്കെ ഒരു സ്വാധീനം, അതായത് വോട്ട് ഷെയർ 10 കുറവുണ്ടായ മണ്ഡലങ്ങളൊക്കെ 20 മുകളിലൊക്കെ ഷെയർ ഉയർത്താൻ വേണ്ടി ശോഭാ സുരേന്ദ്രന് പറ്റിയിട്ടുണ്ട്. BJPയിൽ ഒരു ക്രൗഡ് പുള്ളർ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പൊ ശോഭാ സുരേന്ദ്രൻ ഈ പറഞ്ഞ പോലെ കഴക്കൂട്ടത്ത് ഞാൻ പറഞ്ഞ കഴിഞ്ഞോളം വോട്ട് പിടിച്ചായിരുന്നു. ആ സമയത്ത് തന്നെ അവിടെ തന്നെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ, അതായത് ഈ BJPയുടെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്ന പ്രശ്നമാണ്. ശോഭാ സുരേന്ദ്രൻ എല്ലായിടത്തും പോയിട്ട് വോട്ട് പിടിക്കും, മുന്നേറ്റം ഉണ്ടാകും, പിന്നെ അവിടുന്ന് മാറ്റും. ഈ പറഞ്ഞ പോലെ ഇപ്പം മറ്റുള്ള നേതാക്കൾക്ക് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ പലതവണയും സുരേന്ദ്രൻ അവിടെ മത്സരിച്ച് പരാജയപ്പെടുന്ന പറയുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ശക്തമായി പ്രവർത്തന മണ്ഡലമാണ്. എങ്കിൽ കൂടി അതുപോലെ ശോഭാ സുരേന്ദ്രനെ പരിഗണിച്ചിരുന്നെങ്കിൽ BJPക്ക് ഒരു സീറ്റ് ശോഭാ സുരേന്ദ്രൻ വഴി നേരത്തെ തുറന്നേനെന്ന് എനിക്ക് തോന്നുന്നത്. കഴക്കൂട്ട് തന്നെ ഈ കഴിഞ്ഞ 5 വർഷം പ്രവർത്തിക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സീറ്റ് BJPക്ക് അനുകൂലമായി മാറിയേനെ. അങ്ങനെ ഒരു നേതാവാണ്, അങ്ങനെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നത്, അല്ലെങ്കിൽ നിഷ്പക്ഷ വോട്ടുകളെ കൂടി തനിക്ക് പിന്നെ എത്തിക്കാൻ പറ്റുന്ന ഒരു നേതാവായിട്ട് ശോഭാ സുരേന്ദ്രൻ മാറുന്നുണ്ട്. വി മുരളീധരൻ മത്സരിക്കുമ്പോൾ അത്രത്തോളം ഉണ്ടാവും അറിയില്ല. വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രിയാണെന്നും പിന്നെ സംസ്ഥാന അധ്യക്ഷൻ, അങ്ങനെ പല ഇതുണ്ട്. BJPയിൽ അദ്ദേഹത്തിന്റെ റോള് വളരെ അധികം ഉണ്ട്. എങ്കിൽ കൂടി കഴക്കൂട്ടത്തുകാർ ഇപ്പം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് ഒരു വോട്ട് പിടിച്ചാൽ അവിടുത്തെ വരെ വോട്ട് മറിഞ്ഞു പോകാറില്ല. ആ മണ്ഡലത്തിലെ വോട്ട് ബാങ്ക് അവിടെ തന്നെ ഉണ്ടാവും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ആ വോട്ട് നിലനിർത്താൻ മുരളീധരന് പറ്റുമോ അറിയേണ്ടത്. അതിന് പറ്റുമെങ്കിൽ ശക്തമായ മത്സരം നടന്നേക്കും. ഈ സമയത്താണ് എനിക്ക് പാലക്കാടേക്ക് നമുക്ക് വരാൻ തോന്നുന്നു. പാലക്കാട് നില രാഷ്ട്രീയ സ്ഥിതി നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടം, കോൺഗ്രസ് 2 MLA-മാർക്ക് മാത്രമാണ് സിറ്റിംഗ് MLA-മാർക്കാണ് സീറ്റ് കൊടുക്കാത്തത്. ഒന്ന് കെ ബാബു, അതൊക്കെ പ്രശ്നം കൊണ്ട് തൃപ്പൂണിത്തുറ മാറിയിരുന്നു. 2 രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കയ്യിലിരിപ്പുകൊണ്ട് പാർട്ടിക്ക് പുറത്തായ അവസ്ഥയിലെത്തുന്നു. അപ്പം ആ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ഒരു ചർച്ച ചെയ്ത് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള പേരുകൾ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ആകാംക്ഷയോടെ നോക്കിയിരുന്ന മണ്ഡലമായിരുന്നല്ലോ. അപ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ വർഷം മെട്രോമണി ശ്രീധരൻ നേരിയ വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ പരാജയപ്പെട്ടത്. തെരഞ്ഞെടുപ്പിലല്ല, 2021 തെരഞ്ഞെടുപ്പിൽ. പിന്നെ അങ്ങനെ വരുന്ന മണ്ഡലത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിക്കഴിഞ്ഞാൽ നിലവിലെ കോൺഗ്രസിന് വോട്ട് ചെയ്യിക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് നേരിച്ചെന്ന് വോട്ട് ചോദിക്കാൻ നല്ലൊരു ചമ്മലുണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ഈ ഞങ്ങളുടെ MLA എവിടെ, എന്തുകൊണ്ട് ഞങ്ങളുടെ MLA മാറ്റി ചോദിക്കുമ്പോൾ അത് ഉത്തരം എന്ത് പറയും? സ്ത്രീപീഡനത്തിന്റെ പേരിൽ മാറ്റിയിരുന്നോ, അല്ലെങ്കിൽ ബലാത്സംഗ ആരോപണത്തിന്റെ പേരിൽ മാറ്റിയിരുന്നോ, അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തുന്ന ആരോപണത്തിന്റെ പേരിൽ മാറ്റിയിരുന്നോ, എന്ത് പറയുന്ന അവസ്ഥ അറിയാത്തൊരു നാണം കെട്ട അവസ്ഥയിലാണ് പാലക്കാട്ടെ കോൺഗ്രസ് ഉള്ളത്. അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ അവസ്ഥയിൽ ഇത്തിരി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം കണ്ട സാധനം BJPക്ക് ശോഭാ സുരേന്ദ്രനെ പോലെ സ്ഥാനാർത്ഥി വന്നാൽ ആ മണ്ഡലം എത്രയും പെട്ടെന്ന് തന്നെ മറിയാനുള്ള സാധ്യത വളരെ അധികമാണ്. കഴിഞ്ഞ തവണ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിച്ചു. അപ്പോൾ 58,389 വോട്ടുകൾ നേടി. BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറായിരുന്നു. ശ്രീ കൃഷ്ണകുമാർ ജയിന് 39,549 വോട്ടുകൾ ലഭിക്കുന്നുണ്ട്. അത് പി സെറ്റിനായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി. 37,293 വോട്ടുകളാണ് ലഭിക്കുന്നത്. അന്ന് കഴിഞ്ഞ തവണത്തെ ഒരു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കറിയാമല്ലോ. ഷാഫി മാറുന്നു, ഷാഫിക്ക് പകരം വിട്ട് ഷാഫിനെ നിർദ്ദേശിക്കുന്നു. പാർട്ടിയുമായിട്ട് പിന്നെ സരിൻ്റെ ഒരു മാറ്റം അവിടെ ഉണ്ടാകുന്നു. സരിന് UDF അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പെട്ടെന്ന് LDF-ലേക്ക് വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു ഏറെക്കുറെ ഒരു കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് സ്വാഭാവികമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കയറുന്ന ഒരു സാഹചര്യം പാലക്കാടുണ്ടായത്. പക്ഷേ ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ അതാ ഒരു തെരഞ്ഞെടുപ്പാണ്. 2020 നോക്കുമ്പോൾ നമുക്ക് വെറും 3000 സംതിങ് വോട്ടാണ് ശ്രീധരൻ തോൽക്കുന്നത്. 54,000 പരം വോട്ടുകൾ ഷാഫി കിട്ടിയപ്പം 50,000 വോട്ടുകൾ മെട്രോമണി ശ്രീധരൻ ലഭിച്ചു. അവസാന ഘട്ടം വരെ അവസാന റൗണ്ട് എണ്ണുന്നവർ പിന്നെ BJP നിയമം പോയാൽ പാലക്കാട് പിടിച്ചു എന്നൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ MLA ഓഫീസൊക്കെ ശ്രീധരൻ അതിന് മുമ്പ് തുറന്നിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ BJPക്ക് ശക്തമായ സ്വാധീനമുണ്ട്. നമ്മൾ ഉപതെരഞ്ഞെടുപ്പിന് സാഹചര്യം മാറ്റി നിർത്തി നോക്കിയാൽ ആ ഒരു 3000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രം പിന്നെ കോൺഗ്രസ് നിലനിർത്തിയ മണ്ഡലമായിരുന്നു. അവിടത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ
പ്രതിച്ഛായ ഈ ഒരു നാണം കെട്ട അവസ്ഥയും കൂടെ വരുമ്പോൾ അത് BJP അനുകൂലമായി മാറാനുള്ള സാധ്യത വളരെ നിലവിലത്തെ സാഹചര്യത്തിൽ. അതുപോലെ നമ്മൾ പറയേണ്ട ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ്. അതെ, വട്ടിയൂർക്കാവ് നമുക്ക് ഇത്തവണ ടൈറ്റ് മത്സരം പ്രതീക്ഷിക്കും. കാരണം വെച്ചാൽ നിലവിൽ വട്ടിയൂർക്കാവിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ VK പ്രശാന്താണ് അവിടുത്തെ MLA. VK പ്രശാന്ത് കഴിഞ്ഞ തവണ ജയിക്കുന്നത് 61,111 വോട്ടുകൾക്കാണ്. VV രാജേഷാണ് രണ്ടാമത്തെ. VV രാജേഷിന് 39,596 വോട്ടുകൾ സ്വന്തമാക്കുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വീണ S നായരാണ് 35,685. പക്ഷെ ഇപ്പൊ നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും BJPയുടെ ഒരു അവിടെ ജില്ലയിലുള്ള ഒരു സാധ്യതകളൊക്കെ വെച്ച് BJPക്ക് ഭയങ്കര സാധ്യത അവിടെ നൽകുന്നുണ്ട്. അതാണ് ഇത്തവണ നമുക്ക് VK പ്രശാന്ത് തന്നെ മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എത്രത്തോളം എനിക്ക് അധികം വലിയ റിസ്ക് എടുക്കാൻ ചാൻസ് ഇല്ല. CPM ഇപ്പൊ പറഞ്ഞാൽ തന്നെ തുടർഭരണം, മൂന്നാമത്തെ തുടർഭരണത്തിന് വേണ്ടിയിട്ട് സാധ്യതയുള്ള MLA-മാർക്കെല്ലാം സീറ്റ് പിന്നെ വീണ്ടും അവസരം നൽകുന്നു തന്നെയാണ് പറഞ്ഞത്. അപ്പം CPM ഒരു വട്ടിയൂർക്കാവിൽ പ്രശാന്തനെ ഇറങ്ങാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ CPM പ്രതീക്ഷയുണ്ട്. ഈ BJPയുടെ സ്ഥാനാർത്ഥിയിൽ ഇപ്പം ഈ പേരിലും സംശയമുണ്ട്. ശ്രീലേഖ, കൃഷ്ണകുമാർ ഈ രണ്ടുപേരാണ് പറയുന്നത്. അപ്പൊ ശ്രീലേഖയ്ക്ക് ഇനി മത്സരിക്കാൻ ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേയറാവുന്ന പ്രതീക്ഷിക്കുന്ന നേതാവായിരുന്നു. മേയറാക്കാത്തതിന് പരസ്യമായിട്ട് തന്നെ പിന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതൊക്കെ കണ്ടു. ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പം അന്ന് നമ്മൾ ആദ്യം കേട്ടിരുന്ന റിപ്പോർട്ട് VV രാജേഷിനെ മേയറാക്കുന്നു, ശ്രീലേഖയെ വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, നിയമസഭയിലേക്ക് എത്തിക്കുന്നതാണ്. പക്ഷെ ശ്രീലേഖ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ തനിക്ക് ഒരു വാഗ്ദാന ലംഘനം ഉണ്ടായെന്നും പറഞ്ഞിട്ട് ഇപ്പം മാറിക്കുന്ന ഒരു ചൊടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ അവർ മത്സരിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ തന്നെ. പക്ഷെ ഇപ്പൊ ഈ പറയുമ്പോഴും ശ്രീലേഖ ഇറങ്ങാൻ പോരാ പിന്നെ IPC ഇറങ്ങുന്നു, BJPക്ക് ഒരു വലിയ പ്രതീക്ഷ ഒക്കെ പറഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു മുഖത്ത് ഉയർത്തിക്കാട്ടാൻ പറ്റിയിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഈ ഒരു എന്താ പറയുക പ്രതിച്ഛായക്ക് ഒരു മങ്ങലേറ്റിട്ടുണ്ട്. അവരുടെ പ്രസ്താവനകൾ, MLA-മായിട്ട് നടത്തിയ പ്രശ്നങ്ങൾ, അതിനുശേഷം പിന്നെ മേയർ പദവിയെ ചൊല്ലി ചൊടിച്ചു നിന്നുള്ളൊരു അവസ്ഥയൊക്കെ വരുന്നത് അതൊക്കെ വോട്ടർമാർക്കിടയിൽ ചർച്ചയാവും. അങ്ങനെ വരുമ്പോൾ MLA തെരഞ്ഞെടുപ്പിലും അത് നിയമസഭ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയാക്കി നിൽക്കുന്നത്. പക്ഷെ കോൺഗ്രസിന്റെ അവസ്ഥ പറഞ്ഞാൽ ഈ മണ്ഡലത്തിൽ നമുക്കറിയാം CPM മത്സരിക്കാൻ, അതായത് VK പ്രശാന്ത് മത്സരിക്കാൻ വരുന്നതിലെ കോൺഗ്രസ് ഒന്നാമതും പിന്നെ ഈ BJP രണ്ടാമതും CPM മൂന്നാമതായിരുന്നു. അവിടുന്ന് നേരെ CPM കയറി വന്നപ്പോൾ കോൺഗ്രസിന്റെ വോട്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ മങ്ങുവാണ്. കോൺഗ്രസിന്റെ പ്രതീക്ഷ മങ്ങെന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ 2 തവണയും രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്ന് പറയാം. അവിടെ പിന്നെ കഴിഞ്ഞ തവണ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് എത്തിയെന്ന് പറയുമ്പോൾ അവിടെ BJPക്ക് തിരിച്ചടി പറ്റിയിട്ടുണ്ട്. നേരത്തെ അവിടെ പിന്നെ VV രാജേഷ് മത്സരിക്കുമ്പോൾ അത്ര വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റി നമുക്ക് തോന്നുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ മണ്ഡലത്തിൽ ശ്രീലേഖയുടെ ഇപ്പം നിലവിലൊരു ഇമ്പാക്ട്, നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനവും ഈ പറഞ്ഞ BJP തലസ്ഥാനത്തുള്ള ഒരു ഉണർവും അത് വോട്ടായി മാറും. അതിൽ കൃഷ്ണകുമാർ ഒരു വലിയൊരു നേതാവായിട്ട് അധികം ആൾക്കാർ ഉൾപ്പെടുന്നത് തോന്നുന്നില്ല. G കൃഷ്ണകുമാറിനെ അതൊരു സിനിമ താരത്തിലൊരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. അതേ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ കൂടി. അപ്പൊ ആ രണ്ട് സ്ഥാനാർത്ഥികളിൽ എങ്ങനെയായിരുന്നു വരുന്നത്, ശ്രീലേഖക്കാണോ ഇതാണോ കാത്തിരുന്ന് കണ്ടുവരും. അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം ഒരു നിർണായകം. കഴിഞ്ഞ തവണ നമ്മൾ K സുരേന്ദ്രൻ മത്സരിച്ച് പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ സുരേന്ദ്രന്റെ പരാജയം വളരെ ചുരുക്കം വോട്ടുകൾക്കായിരുന്നു. AKM അഷറഫാണ് അവിടെ ലീഗിന്റെ ആയിരുന്നു. 65,858 വോട്ടുകളാണ് നേടുന്നത്. പക്ഷെ K സുരേന്ദ്രൻ നേടുന്ന 65,013 വോട്ടുകളാണ്. അത് നേരിയ വോട്ടിനാണ് സുരേന്ദ്രൻ തോന്നുന്നത്. ഈ മണ്ഡലത്തിൽ നമുക്ക് 2016 89 വോട്ടിന് സുരേന്ദ്രൻ തോറ്റ മണ്ഡലമാണല്ലോ. 89 വോട്ടിന്റെ മഞ്ചേശ്വരം മണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് മുന്നത്തെ ചരിത്രത്തിൽ വരുമ്പോൾ 89 വോട്ടിന്റെ ഒരു പുരുഷൻ തന്നെയാണ് നമുക്ക് എപ്പോഴും പിന്നെ വരുന്നത്, മനസ്സിലേക്ക് വരുന്ന സാധനം. അത് എന്തായാലും അങ്ങനെ നിൽക്കുന്നതാണ്. ആ മണ്ഡലത്തിൽ ഇപ്പോൾ പറഞ്ഞാൽ തന്നെ ഈ BJPയും CPM-നെയും കോൺഗ്രസിനെയും വോട്ടുകൾ അത് ലീഗ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നതൊക്കെ എപ്പോഴും പറയുന്നതാണ്. കാരണം അങ്ങനെ അല്ലായിരുന്നു നേരത്തെ BJP സീറ്റ് തുറന്നതിനാണ് BJP അവകാശപ്പെടുന്നത്. അത് ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അതിൽ സുരേന്ദ്രനെ അവിടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് സുരേന്ദ്രൻ തന്നെയാണ്. പിന്നെ ജില്ലാധ്യക്ഷ അശ്വിനിയുടെ പേരൊക്കെ നേരത്തെ വരുന്ന കിട്ടിയിരുന്നു. പക്ഷേ സുരേന്ദ്രൻ ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട്. നേരത്തെ വട്ടിയൂർക്കാവിലേക്കോ അല്ലെങ്കിൽ നേമത്തേക്കോ സുരേന്ദ്രൻ വരുന്നൊക്കെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നിയമ സ്ഥാനാർത്ഥിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ സ്വയം പ്രഖ്യാപിക്കുകയും വരികയും ചെയ്തപ്പോൾ തന്നെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇപ്പം മണ്ഡലത്തിൽ സജീവമാണ് അദ്ദേഹം. അവിടെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പിന്നെ മലബാറിൽ നിന്ന് സീറ്റ് അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ നിന്ന് സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് മഞ്ചേശ്വരം തന്നെ ആയിരിക്കും. നേരത്തെ പറഞ്ഞ് 89 വോട്ടിന് പോയ മണ്ഡലമാണ് ആ സമയത്ത്. 2016 നിയമത്തിനൊപ്പം തന്നെ മഞ്ചേശ്വരം 2 സീറ്റ് കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ ഇനി സാധ്യത ഉണ്ടാവുന്ന പ്രതീക്ഷ BJPക്ക് ഉണ്ട്. നന്നായി പ്രവർത്തിച്ചാൽ ചിലപ്പോൾ BJPക്ക് സാധ്യത ഉണ്ടാവും അവിടെ. അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് മലമ്പുഴയിലെ C കൃഷ്ണകുമാർ ആര്യവും ഇത്തവണത്തെ BJP സ്ഥാനാർത്ഥി എന്ന് പറയുന്നുണ്ട്. പക്ഷെ മലമ്പുഴ നമുക്ക് എഴുതി തള്ളാൻ പറ്റുന്ന സാഹചര്യം അല്ല BJPക്കുള്ള. കഴിഞ്ഞ തവണ A പ്രഭാകരൻ 75,934 വോട്ടുകൾ നേടുന്നുണ്ട്. അന്ന് C കൃഷ്ണകുമാർ നേടിയത് 50,200 വോട്ടുകളാണ് നേടുന്നത്. നിലവിലത്തെ സാഹചര്യം മാറുന്നുണ്ട്. ഇപ്പോഴത്തെ മലമ്പുഴയിലെ രാഷ്ട്രീയ പശ്ചാത്തലം മാറും. അതെ, മലമ്പുഴയിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം. ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ 2 തവണ പിന്നെ ഇവിടെ BJP ആണ്. 2016 VS അച്യുതാനന്ദൻ മത്സരിക്കുമ്പോഴും 21 പ്രഭാകരൻ മത്സരിക്കുമ്പോഴും രണ്ടാമതെത്തിയത് C കൃഷ്ണകുമാർ BJP ആണ് എത്തിയിരിക്കുന്നത്. അത് അവിടെ ഇപ്രാവശ്യം കുറച്ചുകൂടി ഇതാവെന്ന് പറഞ്ഞാൽ പിന്നെ VS-ന്റെ PA ആയിരുന്ന A സുരേഷിനെ
കോൺഗ്രസ് പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരിഗണിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എത്തുമ്പം CPM അസംതൃപ്ത വോട്ടും നിഷ്പക്ഷ വോട്ടുകളും ലഭിക്കുന്നതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിന്റെ വോട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ BJP കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ 2 തവണ പിടിച്ച വോട്ടുകളോടൊക്കെ മറിയുകയാണെങ്കിൽ അങ്ങോട്ട് ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കും. പ്രഭാകരൻ തന്നെ ആയിരിക്കും LDF സ്ഥാനാർത്ഥി എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ CPM ചിലപ്പോൾ അച്യുതാനന്ദന്റെ മകനെ കളസിറക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഇതൊരു ശക്തമായ ത്രികോണ മത്സരം മാറും. ഈ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രഭാകരൻ നിലവിൽ മണ്ഡലത്തിലുണ്ട്. പക്ഷെ ആ മണ്ഡലം നമുക്കറിയാം 2001 VS അച്യുതാനന്ദൻ മത്സരിക്കാൻ വരുമ്പോൾ വെറും 4,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു പിന്നെ CPM ലഭിച്ചിരുന്നത് കോൺഗ്രസ് തറവ് ചെയ്യുമ്പോൾ. പിന്നീട് 20,000, 23,000, 27,000 അങ്ങനെ അച്യുതാനന്ദൻ ലീഡ് കൂട്ടി വന്നു. പ്രഭാകരൻ ഇപ്പോൾ 25,000 വോട്ടിന് ജയിക്കുകയും ചെയ്തു. ആ ഒരു മണ്ഡലത്തിലേക്ക് പക്ഷേ ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ ഈ സുരേഷ് പിടിക്കുന്ന വോട്ടുകൾ അത് CPM വോട്ടുകൾ പിടിക്കാൻ പറ്റിയാൽ, CPM വോട്ടുകൾ കൂടുതൽ പിടിച്ചോ കോൺഗ്രസിന്റെ വോട്ടുകൾ ഇങ്ങോട്ട് മറിഞ്ഞാൽ, നിഷ്പക്ഷ വോട്ടുകൾ കൂടെ അങ്ങോട്ടും മറിഞ്ഞു കഴിഞ്ഞാൽ എവിടത്തേക്കായിരിക്കും പിന്നെ കേന്ദ്രീകരിക്കപ്പെടുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ വന്നാൽ ചിലപ്പോൾ ശ്രീകൃഷ്ണന്മാർ 2 സ്ഥാനത്തെ മണ്ഡലത്തിൽ ജയിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുപോലെ നമ്മൾക്ക് പറയേണ്ട ഒരു കാര്യം തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ പരിഗണനയുള്ള അനൂപ് ആന്റണിയാണ് ഒരു പ്രത്യേകത. അത് പക്ഷേ തിരുവല്ലയിൽ BJP കാര്യമായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു യുവമുഖം നമുക്കറിയാം. ഇപ്പം തിരുവല്ല അനൂപ് ആന്റണിയാലും ഷോൺ ജോർജ് ആയാലും ഇപ്പം പിന്നെ BJP ഒരു യുവമുഖം, ഒരു ക്രൈസ്തവ മുഖം എന്നുള്ള സാധനം കൂടി ഉണ്ടല്ലോ. ഈ 2 സ്ഥാനാർത്ഥികൾ ഷോൺ ജോർജിനും സ്ഥാനാർത്ഥിയും വരുന്നുണ്ട് മറ്റേ പാലയിൽ. ഈ 2 സ്ഥാനാർത്ഥികൾ അതൊരു പിന്നെ ഒരു പോരാട്ടത്തിന്, അതായത് ഒരു പ്രാതിനിധ്യത്തിനായി പോരാട്ടമായി യുവമുഖം എന്നുള്ള സാധനങ്ങളുമായി. അപ്പോൾ അങ്ങനെയായിരിക്കും ഇവരിപ്പം ജീവനാദ്യം പറയുമ്പോൾ തന്നെ പറയുന്നു പുതിയ മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രീലേഖ ഒരു പേര് പറഞ്ഞു. പക്ഷെ ഇവർ സജീവമാണ്. ഇപ്പം നമ്മൾ ഈ പറയുമ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ മറ്റ് നേതാക്കളെ പറയുമ്പോൾ അതേപോലെ തന്നെ അനൂപ് ആന്റണിക്ക് സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നുണ്ട്. ഈ ഷോൺ ജോർജ് ആണെങ്കിൽ ഷോൺ ജോർജിന്റെ രാഷ്ട്രീയ പരമ്പര നമുക്കറിയാം. അദ്ദേഹം എങ്ങനെയാണെന്നും പിന്നെ നിൽക്കുന്നറിയാം. ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയ ശേഷം അല്ലെങ്കിൽ BJPയിലേക്ക് ചേർന്ന ശേഷമുള്ള തെരഞ്ഞെടുപ്പായി വരുന്നതിലൊരു മാറ്റമേ വരുന്നുള്ളൂ. അപ്പം അത് ആ 2 സീറ്റുകൾ വലിയ ജയപ്രതീക്ഷ ഇല്ലെങ്കിൽ കൂടി ശക്തമായ ഒരു പോരാട്ടം നടത്താം എന്നായിരിക്കും അവർ കരുതുന്നത്. ഈ തിരുവല്ലയിൽ 2021 അശോകൻ കുളനടയായിരുന്നു BJP സ്ഥാനാർത്ഥി. 3ാം സ്ഥാനത്തേക്ക് പോകുമായിരുന്നു. 22,674 വോട്ടുകളാണ് നേടിയത്. അതേപോലെ തന്നെ നമ്മൾ പാലായിലെ തെരഞ്ഞെടുപ്പിലോട്ട് വരുവാണെങ്കിൽ മാണിസിക്കാപ്പനാണ് ജയിക്കുന്നത്. 69,804 വോട്ടുകൾ നേടുന്നുണ്ട്. അവിടെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജോസ് കെ മാണി 54,426 വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തേക്ക് പോവാണ്. അന്ന് പ്രമീള ദേവിയാണ് BJP സ്ഥാനാർത്ഥി. അത് 10,869 വോട്ടുകൾ നേടിയത്. ഇപ്പൊ ഈ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പൊ പാലായാണേലും തിരുവല്ലയാണേലും ഇപ്പം അവിടെ ഒരു യുവ നേതാക്കന്മാരാണ് വരുന്നത്. BJPക്ക് മുന്നോട്ട് വെക്കുന്ന 2 യുവ നേതാക്കന്മാർ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ അനൂപ് ആന്റണിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും അത് ഷോൺ ജോർജിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഷോൺ പാലായിലോട്ട് വരുമ്പോൾ പല ടൈറ്റ് മത്സരം പ്രതീക്ഷിക്കാൻ. പക്ഷേ അനൂപ് ആന്റണിയുടെ കാര്യത്തിൽ നമുക്ക് തിരുവല്ലയിൽ എന്തായിരിക്കും അറിയാൻ പറ്റില്ല. അതാണ് നിലവിലത്തെ നമ്മൾ സാഹചര്യങ്ങളുള്ളത്. ഇപ്പം നമ്മൾക്കിപ്പോൾ നിലവിലിപ്പോൾ 30 അല്ലെങ്കിൽ 35 മണ്ഡലങ്ങളിലെ ഏറെക്കുറെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് BJP എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി കേന്ദ്ര നേതൃത്വത്തിന് ഈ റിപ്പോർട്ട് കൈമാറുന്നു, ഈ പേരുവിവരങ്ങൾ കൈമാറുന്നു. അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടാവും. അതിനുശേഷം എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഈ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നിയമം കഴക്കൂട്ടം മഞ്ചേശ്വരത്തിലൊന്നും വലിയ മാറ്റങ്ങൾ അതെ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കി കാണാമെന്ന് മാത്രമേ നിലവിലത്തെ സാധ്യത നമുക്ക് പറയാൻ പറ്റുള്ളൂ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.